മെയ് കണ്ണാകണം. നോട്ടമുണ്ടല്ലോ, അത് ശത്രുവിന്റെ കണ്ണിൽ നിന്നും മാറ്റരുത്. കണ്ണിൽ നോക്കി അവൻ എത്രക്കാരനാണെന്ന് അറിയണം. എന്നിട്ട് ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി വലത്തെ കൈ കൊണ്ട് കത്തി കത്തി. ഗുരുകളെ, ഇത് ഒന്നുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ, അപ്പൊ വേദന അങ്ങ് പോകും. ബാറ്റാ കരീമേ, പുത്തൂരൻ കളരിയും തച്ചോളിക്കളരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളെ പോലെ ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരെ വർഗീസ് അങ്ങോട്ട് കയറ്റുകയല്ല. അത് തന്നെ. അതെ, അത് നിന്റെയൊക്കെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. എന്നതാ? നിന്റെ ആങ്ങളുടെ കളരിയിൽ ഇവന്മാരിന്ന് പെട്ടിരുന്നെങ്കിൽ നീയൊക്കെ തല്ലാൻ കൊള്ളാത്ത പരുവത്തിലായനെ. പിന്നെ വല്ല ചവിട്ട് നാടകത്തിനും പറ്റിയനെ. ചുമ്മാതല്ല കർത്താവ് ഇടയ്ക്കിടയ്ക്ക് കുഴ പിടിച്ച് തിരിക്കുന്നത്. എന്റെ അപ്പന്റെ മനപ്രാക്കൊണ്ടാ ഇങ്ങർക്ക് ഗതി പിടിക്കാത്തത്. പോടി അവിടുന്ന്. നിന്റെ അപ്പന്റെ പ്രാക്കും നീ പുത്തൂരാൻ ഏശുകയല്ല. എന്തോ സത്യത്തിൽ എന്റെ ഗുരുക്കൾ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലേ. അവളുടെ അപ്പനൊന്നുമല്ല, പിന്നെ സാക്ഷാൽ മതിലൂർ രാജൻ പണിക്കർ. അത് നിങ്ങൾ വരുത്തന്മാർക്കറിയല. രാജൻ പണിക്കർ ആരാണെന്ന് പുലിക്കാർപ്പിനോട് ചോദിച്ചു നോക്ക്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതാ രാജൻ പണിക്കർ. അത് നേരാ. ആശാന്റെ നെഞ്ചത്തിട്ട് ചവിട്ടിയ ചല്ലിയോ അയാള് രായ്ക്കരാമന് നാടുവിട്ട് ഓടിയത്? രാജൻ പണിക്കർ പിന്നെ എന്നെ വേണോടി? നിന്റെ അപ്പന്റെ പിന്നാലെ എന്തും വാലുമാട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു. ആഹാ, ഓമനേച്ചെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശും പണ്ടോ എടുത്തോണ്ടാ ആ തെണ്ടി നാട് വിട്ടത്. ആ ചതി ഓർത്ത് തീ തിന്നാ എന്റെ അപ്പൻ നേരത്തെ അങ്ങ് പോയത്. അതുകൊണ്ട് നിന്റെ അപ്പനും രക്ഷപ്പെട്ടു, രാജൻ പണിക്കരും രക്ഷപ്പെട്ടു. മദ്രാസിൽ അയാളിപ്പോ ഒന്നാന്തരം ഒരു കളരി നടത്തുക. അതേ, വെറും കളരിയല്ല, കരാട്ടയും അല്ലറ ചില്ലറ മുറകളൊക്കെ ചേർന്ന ഇടപാടാ. എന്നാ പറ്റി? അവക്ക് കലിയേറിയതോട്ട് എന്റെ ഉടുക്കങ്ങ് മാറി. അതുകൊണ്ട് ആങ്ങളുടെ അടുത്ത് പോവാതെ രക്ഷപ്പെട്ടു. ആങ്ങള അവന് തീരുമാനം അറിയായിരിക്കും. പക്ഷേ ഒരഭ്യാസിയായിട്ട് ഞാൻ രാജൻ പണിക്കരം അവനെ വഹിച്ചു കൊടുക്കില്ല. കളരിന്ന് വെച്ചാ അവനാണെന്നൊരു അഹങ്കാരമുണ്ട്. എന്റെ രാജൻ പണിക്കരുടെ നേർക്കേറെ നിൽക്കുകയല്ല, നിന്ന മൂത്തൊഴിക്കും. തുടങ്ങാം. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്ത് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. സൂക്ഷിച്ചു വേണം, അതുങ്ങൾ ചത്തുപോകും. പോയി വടി പോയി. നിന്നെ വടിയെടുക്കടാ. എന്റെ ഒരു കളരി ചുരുക്കി ഘടകം. ഞാൻ അറിഞ്ഞില്ലെന്ന് വെച്ചോളാം. അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ കുടിച്ചു. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ അഭിപ്രായം അങ്ങ് പറയാം. ശുദ്ധ മണ്ടന്മാരാ നിങ്ങള്. വർഗീസിനെ പോലൊരു അളിയനെ കൈ കിട്ടിയിട്ട് നിങ്ങൾക്ക് അയാളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഉണ്ടായോ? ശകലോ എന്നാ ചാലോ ദേ. ആഹാ, ഇതായിരുന്നു ഞാൻ വിചാരിച്ചു. ഒഴിച്ചു ഒഴിച്ചു. ആഹാ, നല്ല സുഖം.
ഈ രാജൻ പണിക്കരും നമ്മുടെ വർഗീസും തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാ? അവര് കീരിയും പാമ്പ് പോലല്ലയോ? ആ അപ്പൊ അതാ മർമ്മം. നമ്മൾ അവിടെ തുടരണം. എങ്ങനെയാ? എടോ, നിങ്ങളുടെ കൈ കീരിയും പാമ്പും ഇരിക്കല്ലയോ? വർഗീസും രാജൻ പണിക്കരും അവന്മാര് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അത് നടക്കില്ല മുതലാളി. അവർക്ക് പരസ്പരം അറിയാം. നമ്മൾ മനസ്സ് വെച്ചാ നടക്കും. നമ്മൾ നടത്തണം. ഐഡിയ ഏതാന്ന് മുതലാളി പറഞ്ഞാട്ടെ. കളരിപ്പയറ്റിന്റെ കാര്യത്തിൽ വർഗീസിനെ നമ്മൾ നാറ്റിക്കണം. ആ. രാജൻ പണിക്കരുടെ മുമ്പിൽ അവനൊരു പുല്ല് വല്ലം തെളിയിക്കണം. എന്ത് പറയുന്നു? നിങ്ങളുടെ മനസ്സിലിരിപ്പോ അത് തന്നെ അല്ലയോ? അളിയൻ നാറണം. നാറിയെ പറ്റൂ. രാജൻ പണിക്കർക്ക് കളരി മാത്രമല്ല കരാട്ടെ അറിയോ? അളിയനെ അയാള് പുല്ല് പോലെ നാട്ടിച്ചോളും. മരിക്കുന്നതിന് മുമ്പ് മുതലാളി എനിക്കതൊന്ന് കാണണം. എടോ, അതിനൊക്കെ എളുപ്പ വഴിയുണ്ട്. എല്ലാ വഴിയാ? ഒരേ ഗുരുവിന്റെ 2 ശിഷ്യന്മാരല്ലയോ അവന്മാര്? അതെ. അവന്മാര് തമ്മിലൊരു മത്സരം വെക്കണം. ഒരു മത്സരപ്പയറ്റ്. അത് ടിക്കറ്റ് വെച്ച് നടത്തി അതിന്റെ കാശ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, അളിയൻ നാറുകയും ചെയ്യും. ഓ എന്റെ മുതലാളി, ഈ അവസരത്തിലെങ്കിലും ഞാനൊരു ചേസ് അടിച്ചോട്ടെ. അല്ല പിന്നെ സാറാമ്മ മടത്തി ചേരാൻ പോവാന്ന്. ഏത് സാറാമ്മ? ദേ നിക്കുന്നു നിങ്ങളുടെ പുന്നാര അനിയത്തി. നീ ഒന്ന് അടങ്ങടി. എടീ, ചെറിയ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റതങ്ങ് നടത്തും. എന്നതാ? മതി മതി, ആവേശം കൂടി കയ്യിന്റെയും കാലിനും കുഴ തെറ്റരുത്. എടി, ആ മത്സരം കഴിയുമ്പോ 7 സാറാമ്മമാരെ കെട്ടിക്കാനുള്ള കാശ് ഈ പുത്തൂരാന്റെ കയ്യിലുണ്ടാവും. നീ കയറ് പൊട്ടിക്കാതെ. വേണ്ടി വന്നാൽ വർഗീസിന്റെ കല്യാണം നടത്തുന്ന കൂട്ടത്തിൽ നിന്റെയും നടത്തും. അതിനകം ഒരു ചേകവൻ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടാം. അത് വേണ്ട ചയ. എന്നതാടി? കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ജോർജ് കുട്ടിയും സാറാമ്മയും തമ്മില് സന്തോഷമാ. സന്തോഷമാണെന്ന് പറഞ്ഞ് അവൻ ഓശാരത്തിലൊന്നും നിന്നെ കെട്ടണ്ട. അവൻ ചോദിക്കുന്ന പോക്കറ്റ് മണിയാ പുല്ലുപോലെ കൊടുത്തോളാം. മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ എനിക്ക് തോന്നുന്നില്ല. എന്നതാ? ഇത് ഞാൻ വേണ എന്നെ തല്ലിക്കൊന്നോ എന്നാലും ഞാൻ പറയും. എന്നതാടി? നിങ്ങളുടെ പിത്തലാട്ടത്തിനൊന്നും വർഗീസ് അച്ചായനെ കിട്ടുകയല്ല. നീ നിന്റെ കരുണാകൃതി വീശാതെ. അല്ലെങ്കിൽ തന്നെ രാജൻ പണിക്കര് ഈ നാട്ടിൽ വന്ന് ഇച്ചായന്റെ കൂടെ പയറ്റുവെന്ന് ഞാൻ വിശ്വസിക്കല്ല. എടി, അയാൾ വരും. വരേണ്ടത് എന്റെയും കൂടെ ഒരു ആവശ്യമാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ ആങ്ങളെ അവൻ മുട്ടുകുത്തിക്കുന്ന എനിക്കൊന്ന് കാണണം. അത് കഴിഞ്ഞാൽ ഞാനും രാജൻ പണിക്കരും കൂടി ഇവിടെ ഒരു കളരിയിടും. ഈ നാട് ഞങ്ങൾ കിലുകില വിറപ്പിക്കും. പുത്തൂരാനും മതിലൂർ രാജൻ പണിക്കരും കൂടി ഈ നാടൻ നടക്കി വാഴുമടി ചൂലേ. നീ നോക്കിക്കോ. കളരിയാണോ കരാട്ടയാണോ കേമോ എന്ന് ചോദിച്ചാ ഞാൻ കരാട്ടെ എന്ന് പറയൂ. ചുമ്മാതല്ല, ബാംഗ്ലൂർ വെച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നതാടോ? ചുടുകട്ടയും ഇതുപോലുള്ള തേങ്ങയൊക്കെ രാജൻ പണിക്കര് പൊട്ടിക്കുന്നത്. ഓ അതാണോ വലിയ ആന കാര്യം? എങ്ങനെ പൊട്ടിക്കണമെന്നറിയോ? എങ്കിലും ഒക്കെ കൈയുടെ ഈ ഭാഗം കൊണ്ടേ ചേടാ, ഇടിക്കാൻ പോവാന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തേങ്ങ അങ്ങോട്ട് തരികയല്ലായിരുന്നോ? ഒരു ഇടി വെറുതെ പോയില്ലയോ? വല്ലടോ പൊട്ടിയോടോ? ഭാഗ്യം കൊണ്ട് തറയ്ക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതല്ല, തന്റെ കൈയുടെ എല്ലുവെല്ലാം പൊട്ടിയൊന്നാ ഞാൻ ചോദിച്ചത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കരാട്ടയും കൂടി അറിയാവുന്ന രാജൻ പണിക്കരോട് കയറി കളരിന്ന് പറഞ്ഞ് മത്സരിക്കാൻ ചെന്നാൽ വർഗീസ് അളിയന്റെ എല്ലുണ്ടല്ലോ, ചുടുകട്ട പോലെ പൊട്ടും. അതൊക്കെ തന്നെക്കാൾ ഫേഷായിട്ട് വർഗീസളിന് അറിയാടോ. അളിയൻ അതിന്റെ 7 അയലോകത്തോട്ട് പോകത്തില്ല, അറിയാവോ? പക്ഷെ പ്രവിത്താനത്തച്ഛൻ നിർബന്ധിച്ച വർഗീസ് അച്ഛൻ പിന്മാറുകയല്ല. നേരാ. അച്ഛൻ എന്നെ കണ്ണീച്ചോറില്ലാത്തവനാണോ? അളിയനെ കൊലക്ക് കൊടുത്തിട്ട് വേണോ അച്ഛൻ അനാഥാലയം പണിയാൻ? വർഗീസിനെ കൊല്ലാനോ അടിയറ പറയിക്കാനോ ഏതൊരുത്തനുണ്ട് ഈ ഭൂമിയില്? എന്റെ പള്ളേ കിടന്ന് ഓതരം കടകം പറഞ്ഞ് കളരിത്തായം പഠിച്ചാണ് അവന്. അവന്റെ മുമ്പിൽ രാജൻ പണിക്കര് വന്ന് നിന്നാല് എന്റെ കർത്താവേ, വർഗീസ് അവനെ കൊല്ലാതെ വിടണേന്നാ എന്റെ പ്രാർത്ഥന. അമ്മച്ചി എന്നെ കരുതിക്കൊണ്ടേ കേമത്തരം പറയുന്നേ. ഉശിര് കാണിക്കാൻ വയനാട്ടിലോട്ട് വിളിച്ചിട്ടേ പേടിയ അഭിമാനവും കാരണം മാറിക്കളഞ്ഞാ വർഗീസ്. കാളെ പറ്റെന്നറിയുമ്പോ കയറെടുക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ പാട്ടിന് പോ. വർഗീസ് ഒന്നും അങ്ങോട്ടിൽ ഇറങ്ങിയാല. അവൻ ഇറങ്ങിയാലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നടുവിലെ കുന്നിൽ കളരി കുരുക്കൽ അഗസ്ത്യൻ മൈത്തിന്റെ മോനാന്നേ അവൻ ഇറങ്ങിയിരിക്കും. പിന്നെ ഇറങ്ങും. അവൻ അന്തസ്സും അഭിമാനവും വീറും ചൊണയുള്ളവനാ. അവന്റെ അപ്പനെ ചതിച്ചവനോട് അവൻ പകരം ചോദിക്കും. പോരെങ്കിൽ പള്ളിവക അനാഥാലയത്തിന് 4 കാശുണ്ടാക്കാൻ കൂടിയല്ലേ.
എന്റെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവനെ കച്ചകെട്ടി ചിറക്കിയിരിക്കും.